അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? എടോ, ഇത് കേരളമാണ്. നമ്മൾ സ്വയം തിരിഞ്ഞില്ലെങ്കിൽ മീഡിയയും ജനങ്ങളും കൂടി ബലമായി തിരിക്കും. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതുകൊണ്ട് ഒരു നാണക്കേടും. പക്ഷെ എനിക്ക് എതിർക്കണമെന്നുണ്ട്. പക്ഷേ എന്റെ രക്തത്തിൽ അലിഞ്ഞുപോയ ഭീരുത്വം എന്നെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നു. 21-കാരി ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയർ. ഇന്ന് ചേർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റാണ് മേയറായി നിശ്ചയിച്ചത്. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. സംഭവം യുഗേ വരാനുള്ളതൊന്നും വഴി തങ്ങില്ല, കൂടെ വരും. മേയർ KSRTC ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ട് ബസ് കണ്ടക്ടറെയും സ്റ്റേഷൻ മാസ്റ്ററെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതിലാണ് ചോദ്യം ചെയ്യൽ. അല്ല, ഇപ്പൊ എന്റെ മേലുള്ള പിടിയൊന്ന് വിട്ടു തന്നാൽ പെൻഷൻ പറ്റുമ്പോ എന്റെ ഡ്രൈവറായിട്ട് എന്റെ കൂടെ നിൽക്കാം. ഇല്ലെങ്കിൽ ഉള്ള പെൻഷനും വാങ്ങി ഇനിയുള്ള കാലം തെണ്ടി തിരിഞ്ഞടക്കേണ്ടി വരും. പറഞ്ഞേക്കാം. അധികാരം ഉപയോഗിച്ചാണോ എന്ന് ചോദിച്ചാൽ അധികാരമുള്ളവരെ കൊണ്ട് വേണമല്ലോ ഇതൊക്കെ കാണിക്കണം. കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇപ്പൊ ജയിലിൽ കിടക്കൂലേ? സംഭവം നടന്നിട്ട് ഒരു 8 ദിവസം ഇതുവരെ മെമ്മറി കാർഡ് കിട്ടിയത്. അതൊക്കെ എവിടെ പോയി? നമ്മൾ ഈ രാജ്യത്ത് നികുതി കൊടുത്തിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. എല്ലാരും പൗരപ്രമുഖന്മാർ തന്നെയാണ്. അതെങ്ങനെ ഇലക്ഷൻ വരുമ്പോ നമ്മളെ വേണം, അത് കഴിഞ്ഞാൽ ഒരുത്തന് നമ്മളെ തിരിഞ്ഞു പോകും. അവരുടെ ഭർത്താവ് ഒരു MLA ആണ്. അദ്ദേഹത്തിന് പോലും നിയമം എന്താണെന്ന് അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണ്. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചു. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? മരണ പൂരായണ സകല തെമ്മാടത്തിനും കാണിക്കുന്ന ഈ ചുവന്ന കൊടിയുടെ കീഴിലാണ്. ചുമന്ന കൊടി എന്നുള്ള ഒരു സാധനം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ ഇത്ര അഹങ്കാരം കാണിക്കുന്നത്. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.